വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു റയോൺ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഞാനിവിടെ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കിലും സ്ലീവ്സിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ഈ ഒരു ലേസും എടുത്തിട്ടുണ്ട്. ഈ ഒരു റയോൺ മെറ്റീരിയലിൽ ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിൽ ആദ്യം തന്നെ നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കുർത്തി ഞാൻ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് 16 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഷോൾഡർ ഇനി മാർക്ക് ചെയ്തെടുക്കാം. 7.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 36 ഇഞ്ചാണ് ഇവിടെ. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് കൊടുത്തു. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. അത് ഇതേപോലെ ചേർത്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു താഴെ ഭാഗത്ത് ഓപ്പൺ സൈഡിൽ 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഒരു 4 ഇഞ്ചിൽ ടക്സ് ഇടുന്നതിന് വേണ്ടി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ടക്സിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആം ഹോൾ കേർവ് വരച്ചെടുക്കാം. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്ന് താഴോട്ടേക്കായിട്ട് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു 3 പോയിൻറ്റും കൂടി ചേർത്തിട്ട് ആം ഹോൾ കർവ് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഈ ഒരു നെക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് വി ഷേപ്പിലുള്ള നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ്. ലെങ്ത്ത് ഞാനിവിടെ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിൽ മെയിൻ ഫാബ്രിക്കിൻ്റെ ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് വശത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് നെക്കിൽ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ മെയിൻ ഫാബ്രിക്കും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള വീതിക്ക് മാത്രം നമുക്ക് ഇതേപോലെ തുണി മടക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 32 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 33.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് ഇതേപോലെ മേൽഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ 1 ഇഞ്ചിൻ്റെ ടക്സ് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗം ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ചരിച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് വേണ്ടതെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് സ്ലോപ്പായിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു ഓപ്പൺ സൈഡിൽ അടിവശത്തായിട്ട് 2 ഇഞ്ച് പോയിൻ്റ് മേലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്
കർവ് ഷേപ്പിൽ വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ആദ്യം തുണി രണ്ടായിട്ട് മടക്കിയിട്ടു, അതിനുശേഷം ഒന്നും കൂടി മടക്കിയിട്ടു. അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള ലൈനിങ് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ മെയിൻ ഭാഗം ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അളവിൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ട് പാർട്ടിലേക്കുള്ള ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. സ്ലീവിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. അതിൻ്റെ മേലോട്ടേക്കായിട്ട് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്തെ സ്ലീവ്സ് റൗണ്ട് 6 ഇഞ്ചും ബൈസെപ്സിൻ്റെ അവിടെ 7 ഇഞ്ചുമാണ്. അപ്പോൾ ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം താഴെ നമ്മൾ ആ ഒരു വൈറ്റ് കളറിലുള്ള ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടക്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. യൂനെക്കായിരുന്നു ബാക്ക് നെക്കിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ വി ഷേപ്പിലുള്ള നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് വിഡ്ത്ത് 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്തും 6.5 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അയൺ ചെയ്തെടുത്ത ശേഷം ആ ഒരു സൈഡ് 1/2 ഇഞ്ചോളം തുണി വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് പീസിൻ്റെ മിഡ് പോയിൻറ്റും ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മിഡ് പോയിൻറ്റും കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം ഈ ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ സെൻറ്റർ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ക്യാൻവാസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു വൈറ്റ് കളറിലുള്ള ലേസ് നെക്ക് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നെക്ക് ഭാഗത്ത് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ബാക്ക് പീസിലുള്ള ക്രോസ് പീസ് ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ആദ്യം തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് മേൽഭാഗത്തൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് മേൽഭാഗത്തൊരു സ്റ്റിച്ചിട്ട് കൊടുത്തു. ഇനി ലൈനിങ്ങിൻ്റെ അടിവശം 2 പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം ബോഡി പാർട്ടുമായി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ മേൽഭാഗത്ത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ച ശേഷം ഈ ഒരു സൈഡിൽ നിന്നും സെൻട്രൽ വഴി
ഈ ഒരു ഡയറക്ഷനിലും മറ്റേ സൈഡിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ഈ ഒരു ഡയറക്ഷനിലും പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്ലീവ്സിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വൈറ്റ് കളറിലെ ലേസ് സ്ലീവ്സിൻ്റെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലീവ്സിൻ്റെ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്ത് സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഷോൾഡർ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ നല്ല വശവും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗമാണത്. അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും താഴേക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സ്ലീവ്സിൽ നിന്നും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് വരുന്ന ഭാഗം വരെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ ഒരു പീസിൻ്റെ അടിവശത്ത് നിന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അരികവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഹിപ്പ് റൗണ്ട് വരുന്ന പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് മറുഭാഗത്തുള്ള പീസിൻ്റെ സൈഡ് വഴിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കുർത്തി എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.